നിങ്ങൾക്ക് യാത്ര പോകാൻ ഇഷ്ടമാണോ? ഉണ്ടെങ്കിൽ ലോകത്തെ ഏതൊക്കെ ഇടങ്ങളിലേക്കാണ് നിങ്ങൾക്ക് യാത്ര പോകാൻ ആഗ്രഹം? നമസ്കാരം, ഞാൻ അർച്ചന ശങ്കർ. എല്ലാവർക്കും എൻ്റെ ഫാഷൻ, ഇമേജ്, സ്റ്റൈൽ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആരെങ്കിലും ഇവിടെ പുതിയതായിട്ടാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മടിക്കേണ്ട, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. അപ്പോൾ ലെറ്റ്സ് ഡൈവ് റൈറ്റ് ഇൻ. എനിക്ക് പോകാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങളുടെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റിയിൽ നിന്നിരുന്ന ഒരു സ്ഥലമുണ്ട്. വേറൊന്നുമല്ല, ഗ്രീസ്. ഗ്രീസ് എന്ന് പറയുന്ന സ്ഥലം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലം. അറ്റ്ലീസ്റ്റ് പോയിട്ടില്ലാത്തവർക്കാണെങ്കിലും പടങ്ങളിലൂടെ നമ്മൾ ഗ്രീസ് കണ്ടിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലമാണ്. അപ്പോൾ ഈ ഗ്രീസിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹം എനിക്കും കുറച്ച് കാലമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗ്രീസിൽ പോകാനായിട്ടൊരു അവസരമുണ്ടായി. 10 ദിവസത്തെ ട്രിപ്പായിരുന്നു. ഈ 10 ദിവസങ്ങളിൽ ഞാൻ മെയിനായിട്ട് ഗ്രീസിൽ 3 സ്ഥലങ്ങളാണ് വിസിറ്റ് ചെയ്തത്. അതിലൊന്ന് ആത്തൻസ്, 2 സാന്റോറിനി ആൻഡ് 3 ക്രീത്ത്. അപ്പോൾ ഗ്രീസിൽ പോകാനുള്ള പ്രൈമറി റീസൺ തന്നെ സാന്റോറിനിയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർനെറ്റ് മുഴുവൻ സാന്റോറിനിയുടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അതായത് ഒരു ഫെയറി ടെയിലിഷ് കൈൻഡ് ഓഫ് പിക്ചേഴ്സാണ് നമുക്ക് കാണാൻ കഴിയുക. ആൻഡ് ഇത് ഒട്ടും എക്സാജറേഷൻ അല്ല. നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ എക്സാക്ട്ലി പിക്ചറിൽ കാണുന്നത് എന്താണോ അത് തന്നെ നമുക്ക് അവിടെ കാണാൻ കിട്ടും. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ, പ്രിറ്റി, ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഐലൻഡാണ് സാന്റോറിനി. പിന്നെ ക്രീത്തും ഒരു ഐലൻഡാണ്. ഗ്രീസിൽ ഒരുപാട് ഐലൻഡ്സ് ഉണ്ട്. അപ്പം നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ഏത് ഐലൻഡിലേക്ക് പോകണമെന്ന് തീരുമാനിക്കാം. അങ്ങനെ 3 സ്ഥലങ്ങളാണ് ഞാൻ ട്രാവൽ ചെയ്തത്. അപ്പോൾ ഈ എപ്പിസോഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രാവലോഗ് പോലെയാണ്. അതായത് ഞാൻ ഗ്രീസിൽ ട്രാവൽ ചെയ്ത എല്ലാ സ്ഥലങ്ങളിലും ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. പല സ്ഥലങ്ങളിൽ പോയിരുന്നു. അപ്പോൾ അവിടെയൊക്കെ എൻ്റെ കൂടെ നിങ്ങൾക്ക് യാത്ര ചെയ്യാം. അതുകൂടാതെ ഇത് പ്രൈമർലി ഒരു ലുക്ക് ബുക്കും കൂടിയാണ്. അതായത് ഞാൻ ഗ്രീസിൽ ഇട്ടിരുന്ന എൻ്റെ എല്ലാ ഔട്ട്ഫിറ്റ്സും, അതിൻ്റെ കൂടെ ഇട്ടിരുന്ന ആക്സസറീസും, ആ ലുക്സ് എങ്ങനെ അതിനെ സ്റ്റൈൽ ചെയ്തിരുന്നു, അങ്ങനെയുള്ള എല്ലാ ലുക്സും ഞാനിവിടെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രാവലോഗ് കം ലുക്ക് ബുക്കാണ് ഈ എപ്പിസോഡ്. അപ്പോൾ നമുക്ക് അധികം ടൈം വേസ്റ്റ് ചെയ്യണ്ട, ലെറ്റ്സ് ഡൈവ് റൈറ്റ് ഇൻ. ഞാൻ എൻ്റെ ഹസ്ബൻഡ് ശങ്കറും കൂടിയാണ് ഗ്രീസിലേക്ക് പോയത്. അപ്പോൾ ഞങ്ങൾ ഫ്ലൈ ചെയ്തത് മുംബൈയിൽ നിന്നാണ്. ഞങ്ങൾ ആത്തൻസിലേക്കാണ് ഫ്ലൈ ചെയ്തത്. അപ്പോൾ ബഹ്റൈനിലൊരു സ്റ്റോപ്പ് ഓവർ ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ വി റീച്ച്ഡ് ആത്തൻസ്. എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ദൂരം സഞ്ചരിക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക്. ഇറ്റ് വാസ് ക്വൈറ്റ് ബ്യൂട്ടിഫുൾ. ഫസ്റ്റ് ഡേ ഞാൻ ഇടാനായിട്ട് ഡിസൈഡ് ചെയ്തത് ഒരു ലിനൻ ഷർട്ടും ലിനൻ ഷോർട്ട്സും ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു ഫ്ലോറൽ ക്യാപ്പാണ് പെയർ ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഇറ്റ് വാസ് സമ്മർ ആൻഡ് ഇങ്ങനെയുള്ള ലൈറ്റർ ക്ലോത്ത്സ് ആണ് ഏറ്റവും നല്ലതായിട്ട് ചേരുന്നത്. ശങ്കറും ബിക്കോസ് വെക്കേഷൻ ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു വാർഡ്രോബാണ് ശങ്കറിന് ചൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഒരു ഫ്ലോറൽ ഷർട്ടും അങ്ങനത്തെ ഷോർട്ട്സും ഒരു ക്യാപ്പുമാണ് ശങ്കർ ഇതിൽ വെയർ ചെയ്യുന്നത്. ഫസ്റ്റ് ഡേ ഞങ്ങൾ ആദ്യം പോയത് ആക്രോപോളിസിലേക്കാണ്. സോ ആക്രോപോളിസിനെ പറ്റി പറയുകയാണെങ്കിൽ ആക്രോപോളിസ് ഒരു ഏൻഷ്യന്റ് ഒരു സിറ്റാഡൽ അല്ലെങ്കിൽ ഒരു ഫോർട്രസ് ആണ്. അത് ആത്തൻസിന്റെ കറക്റ്റ് അവിടെ വളരെ നടുക്കായിട്ട് തന്നെയാണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു റോക്കി ആയിട്ടുള്ള വളരെ മൗണ്ടനസ് ആയിട്ടുള്ള ഒരു ടെറൈൻ ആണ്. അപ്പോൾ ഇതില് ഫുൾ പഴയ കുറെ അമ്പലങ്ങൾ പോലത്തെ അങ്ങനെ പഴയ കുറെ ബിൽഡിങ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ആക്രോപോളിസിലുള്ളത്. ഭയങ്കര ആർക്കിടെക്ചറിലും വളരെ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള ബിൽഡിങ്സ് ആണ്. അപ്പോൾ ആരും ആത്തൻസിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് പോകേണ്ട സ്ഥലം എന്ന് പറയുന്നത് ആക്രോപോളിസ് തന്നെയാണ്. നമ്മൾ കുറേ നേരം ഇവിടെയൊക്കെ കറങ്ങി നടന്നിരുന്നു. ഈ ആക്രോപോളിസിന്റെ അകത്ത് തന്നെ ഉള്ള ഒരു ബിൽഡിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു പഴയ അമ്പലം എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് പാർത്തിനോൺ. ഞാൻ എൻ്റെ ഡ്രസ്സിന്റെ കൂടെ ഇട്ടിരുന്നത് ഒരു സ്നീക്കേഴ്സ് ആണ്. ഫുൾ സീക്വൻസ് ഉള്ള ഒരു സ്നീക്കേഴ്സ്, ആൽഡോയിൽ നിന്നുള്ളൊരു സ്നീക്കേഴ്സ് ആണിത്. പക്ഷെ നല്ല കംഫർട്ടബിൾ ആണ്. നിങ്ങൾക്ക് ഇവിടെ ഗ്രീക്ക് ഫ്ലാഗ് കാണാം. ആക്ച്വലി അത് എൻ്റെ ക്യാപ്പായിട്ട് അത് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ആത്തൻസ് ഫുള്ള് കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നടന്ന്
എറിക്തിയോൺ എന്ന് പറഞ്ഞിട്ടുള്ള ബിൽഡിങ്ങിന്റെ അവിടെ എത്തി. ഈ എറിക്തിയോൺ ഇതെല്ലാം ഈ ആക്രോപോളിസ് കോംപ്ലക്സിന്റെ അകത്ത് തന്നെയാണ്. എറിക്തിയോണും വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഒരു പഴയ ഏൻഷ്യന്റ് ഗ്രീക്ക് ടെമ്പിൾ ആണ് അതും. പിന്നെ ആക്രോപോളിസ് അത് മുഴുവൻ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കുന്ന വഴിയിലൊക്കെ ഇങ്ങനെ വളരെ കൗതുകകരമായിട്ട് കുറെ കാഴ്ചകൾ കാണാൻ പറ്റി. അപ്പൊ അതൊക്കെ കണ്ട് ഒരു മ്യൂസിക്കൽ ബാൻഡ് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു, അതുപോലെ ഒരു മോക്ക് ഡാൻസ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ ഇങ്ങനെ കുറെ നേരം അവിടെ സ്പെൻഡ് ചെയ്തു, ഇതൊക്കെ കണ്ടും കേട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പുറത്ത് പ്ലാക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. ഈ പ്ലാക്ക എന്ന് പറയുന്ന ഏരിയ പൊതുവെ ഒരു കമേഴ്ഷ്യൽ ഏരിയ ആണ്. കുറെ ഷോപ്പിംഗ് സ്ട്രീറ്റ്സ്, ഒരുപാട് ഷോപ്സ് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. അപ്പൊ അവിടെ കൂടെയൊക്കെ ഞങ്ങൾ ഒരുപാട് നടന്നു. പ്ലാക്ക കഴിഞ്ഞ് കുറെ കറങ്ങി അതിങ്ങനെ വന്നിട്ട് അത് ജോയിൻ ചെയ്യും മൊണാസ്തിരാക്കി മാർക്കറ്റ് എന്നുള്ള മാർക്കറ്റിൽ വന്നിട്ടാണ് ഇത് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ നിറച്ചും ഷോപ്സ് ആണ് അക്രോസ് ദ സ്ട്രീറ്റ്. 2 വശത്തും ഷോപ്സ് തന്നെയാണ് അവിടെ. അപ്പൊ അത് ഒരുപാട് എല്ലാം ഇങ്ങനെ കണ്ടു. ടിപ്പിക്കൽ ഒരു ടൂറിസ്റ്റി ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഒരു കാര്യം ഞാൻ ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്ത്, ലിനൻസ് ഒരുപാട് അവിടെ പല ഷോപ്സിലും വിൽക്കുന്ന കണ്ടിരുന്നു. ആൾക്കാരും ലിനൻസ് കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. ഷോപ്സിലും ഒരുപാട് പ്രിഡോമിനന്റ്ലി ലിനൻ ഡ്രസ്സസ് ഒക്കെ ഡിസ്പ്ലേഡ് ആയിരുന്നു. രണ്ടാമത്തെ ദിവസം ഞാൻ ഇടാൻ തീരുമാനിച്ച ഒരു വൈറ്റ് ഡ്രസ്സാണ്. ആക്ച്വലി എനിക്ക് വൈറ്റ് കളർ ഭയങ്കര ഇഷ്ടമാണ്. പൊതുവെ വൈറ്റ്സ് ഒരുപാടുണ്ട് എൻ്റെ വാർഡ്രോബിൽ. അപ്പോൾ ഇതൊരു കുറച്ച് ലോങ് ആയിട്ടുള്ള കാഫ് ലെങ്ത് ഉള്ള ഒരു ഡ്രസ്സാണ്. ഇത് സാരയിൽ നിന്നാണെന്നാണ് എൻ്റെ ഓർമ്മ. ആൻഡ് ഇതിൽ നല്ല ഒരു കട്ട് വർക്ക് ഒക്കെ ഉണ്ട് ഇതിൻ്റെ ചെസ്റ്റിൽ. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ബസ് എടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഏതൊരു വലിയ മെട്രോയിൽ പോകുമ്പോഴും നമുക്ക് ഈ ബ്ലൂ ആൻഡ് റെഡ് ബസ്സസ് ഇഷ്ടംപോലെ കാണുമല്ലോ അവിടെ. എന്നുവെച്ചാൽ ഈ ഒരു ബസ്സിന്റെ പ്രത്യേകത വെച്ചാൽ അത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം ആ കംപ്ലീറ്റ് സിറ്റി അല്ലെങ്കിൽ ആ സ്ഥലം മുഴുവൻ നമുക്ക് കറങ്ങി കാണാം. ഒരുപാട് ഗ്രാഫിറ്റി ആർട്ട് കാണാൻ പറ്റി. അപ്പൊ ഇവിടെ അത് ഭയങ്കര രസമായിട്ട് പബ്ലിക് ബിൽഡിങ്സിലും അല്ലാത്തുള്ള വാൾസിലും ഒക്കെ ഒരുപാട് ഗ്രാഫിറ്റി ആർട്ട് കാണാൻ പറ്റിയിരുന്നു. ശങ്കർ വെയർ ചെയ്യുന്ന ഒരു ബ്ലൂ ഷർട്ട്, അതിൽ അഗെയിൻ ഫ്ലോറൽസ് ആണ്, ലീവ്സ് ആണ് ഇൻഫാക്ട്. പിന്നെ നമ്മൾ ആ ബസ്സിലിരുന്ന് ഇതുപോലെ നമ്മൾ മറീന ഏരിയയിലേക്ക് വന്നു. മറീന ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട്. അതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് ഫുള്ള് നിറയെ ബോട്ട്സും കളർഫുൾ ആയിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു സൈറ്റാണത്. പിന്നെ ആക്ച്വലി കുറച്ച് സണ്ണി ആയിരുന്നെങ്കിലും നമുക്കത് ചൂട് ഫീൽ ചെയ്യില്ല, കാരണം വെതർ അത്രയും നല്ല ഒരു പ്ലസന്റ് ആയിട്ടുള്ള വെതർ ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് പിന്നെയും പ്ലാക്ക ഏരിയയിൽ വന്നു. ഒരുപാട് നടന്നു. അവിടെയൊക്കെ പല പല ചെറിയ സ്ട്രീറ്റ്സ് കൂടെയും ഒക്കെ ഒരുപാട് നടന്നു. അങ്ങനെ ബിക്കോസ് എവിടെ ഒരു സ്ഥലത്ത് പോകുമ്പോഴും നമ്മൾ അത് നടന്ന് കാണുന്നതാണ് കുറേയും കൂടെ ബെറ്റർ. അവിടെ കുറേ ഇങ്ങനെ ചെറിയ ചെറിയ സ്ട്രീറ്റ്സും ചെറിയ ആലീസും ഒക്കെ കുറേ ഉണ്ട്. അവിടെയുള്ള കുറേ ഷോപ്സിൽ ഞാൻ ഇതുപോലെ വെറുതെ എനിക്ക് അവിടെയുള്ള ഫാബ്രിക്സിനെ കുറിച്ചും ഗ്രീക്ക് അങ്ങനത്തെ അവരുടെ എംബ്രോയിഡറി അങ്ങനത്തെ കളേഴ്സ് അതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ ഞാൻ വെറുതെ കയറി ഒരുപാട് അവിടെയുള്ളവരോടൊക്കെ സംസാരിക്കുകയും അത് മനസ്സിലാക്കി. എനിക്കതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു എക്സസൈസ് ആണ്. എനിക്ക് പൊതുവെ ഞാൻ എവിടെ ചെല്ലുമ്പോഴും അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഞങ്ങൾ അതിനുശേഷം അവിടെ പലപ്പോഴും ഞങ്ങൾ അവിടെ വേസൈഡ് കഫേസിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിരുന്നു. ഈ വേസൈഡ് കഫേസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഞങ്ങൾ വീണ്ടും മൊണാസ്തിരാക്കി സ്ട്രീറ്റ്, അവിടുത്തെ മൊണാസ്തിരാക്കി ആ സ്ക്വയറിൽ വന്നിരുന്നു. അതിനുശേഷം ഞങ്ങൾ അന്ന് ഈവനിങ് മൗണ്ട് ലിക്ബെറ്റസിലേക്ക് പോകാൻ തീരുമാനിച്ചു. അതൊരു ചെറിയൊരു ഹില്ലാണ് ആക്ച്വലി. അത് ലൈം സ്റ്റോൺ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹില്ലാണ്. ഇതിന്റെ മേളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഓഫ് ആത്തൻസ് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പൊ ഞങ്ങളൊരു ഈവനിങ്ങോട് കൂടി അവിടെ എത്തി. സൺസെറ്റിന് മുമ്പ് എത്തി. എന്നിട്ട് ഞങ്ങൾ സൺസെറ്റ് കാണാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തു. അവിടെ ഒരു ചെറിയൊരു കുഞ്ഞൊരു ചാപ്പലുണ്ട്, ചാപ്പൽ ഓഫ് സെയിന്റ് ജോർജ് അവിടെ ഉണ്ട്. അതുകൂടാതെ കുറച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഫുൾ ഈവനിങ് അവിടെ സ്പെൻഡ് ചെയ്തു. അവിടെ നിന്ന് സൺസെറ്റ് കണ്ടു. അവിടെ കുറെ നേരം സ്പെൻഡ് ചെയ്തു. ചാപ്പലിന്റെ അകത്ത് കയറി അവര് റിച്വൽസ് ഒക്കെ ചെയ്തു, ക്യാൻഡിൽസ് ഒക്കെ ലൈറ്റ് ചെയ്തു. നല്ലൊരു ഫീലായിരുന്നു. ഒരു ഭയങ്കര ഒരു നല്ലൊരു ആംബിയൻസ് അവിടെ ക്രിയേറ്റഡ് ആയി. അപ്പൊ അവിടെ കുറെ നേരം സ്പെൻഡ് ചെയ്തു. ഫുൾ ഈവനിങ് സൺസെറ്റും കഴിഞ്ഞ് സിറ്റി നൈറ്റ് ലൈഫ്, അതായത് നൈറ്റ് ലൈറ്റ്സ് കാണാൻ വേണ്ടി ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. അപ്പൊ അവിടെ കുറെ നേരം സ്പെൻഡ് ചെയ്തതിനു ശേഷം അവിടെ തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞൊരു ഓൾമോസ്റ്റ് രാത്രി ആയപ്പോഴാണ് ഞങ്ങൾ അവിടുന്ന് പോകുന്നത്.
ദിവസം ഞാൻ വെയർ ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്തത് ഒരു ഷോർട്സ്, ഒരു നിയോൺ പിങ്ക് ഷോർട്സും ഒരു ടാങ്ക് ടോപ്സും അതിൻ്റെ കൂടെ ഒരു തേർഡ് ലെയർ ഒരു ലേസ് ഒരു ജാക്കറ്റാണ്. ആക്ച്വലി ഇതൊരു പഴയ ടോപ്പായിരുന്നു, പക്ഷെ അത് കുറെ കഴിഞ്ഞ് ബോറടിച്ചപ്പോൾ ഞാൻ അതിനെ കട്ട് ഓപ്പൺ ചെയ്ത് ജാക്കറ്റ് ആക്കി. അപ്പോൾ അത് ഇപ്പോൾ പലതിൻ്റെയും കൂടെ ഇടാം, നല്ലൊരു ഷിയർ ആയിട്ടുള്ള ഒരു തേർഡ് ലെയർ ആണത്. അപ്പോൾ തേർഡ് ഡേ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ ബസ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ നടന്നു വരുമ്പോൾ നമ്മൾ കുറേ ഗാർഡൻസ് കണ്ടിരുന്നു. അവിടെയൊക്കെ ഓറഞ്ച് ട്രീസ് ഒരുപാട് കണ്ടിരുന്നു. അതിപ്പം ഫോർ എക്സാമ്പിൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഫുൾ സിറ്റിയിലും ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഓറഞ്ച് ട്രീസ് കാണാൻ കിട്ടും. അപ്പോൾ ഈ ഗാർഡൻ്റെ അകത്ത് മുഴുവൻ ഓറഞ്ച് ട്രീസ് ആയിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ച. ശങ്കർ ഇതിൽ ഇട്ടിരിക്കുന്നത് ഒരു ടീൽ ബ്ലൂ കളറിലെ ഒരു ഷോർട്ട്സും പിന്നെ ഒരു ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ഷർട്ടാണ്. ഈ ഷർട്ട് ആക്ച്വലി കോട്ടൺ ആണ്, ഹാൻഡ്ലൂം കോട്ടൺ ആണ്. ഞങ്ങൾ ഇതിന് ശേഷം നടന്ന് നാഷണൽ ലൈബ്രറിയുടെ മുമ്പിലെത്തി. അപ്പോൾ ഇതിന് മുമ്പിൽ മുഴുവൻ കുറേ റോസ് ഗാർഡൻ പോലെ, അതായത് ഫുള്ള് റോസ് വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് സ്ട്രീറ്റിൽ തന്നെയാണ് ഇത് നിൽക്കുന്നത്, പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. നിറച്ചും ബ്ലൂംസ് ആയിരുന്നു ഇത്. അവിടെ നമ്മൾ അടുത്ത ബസ്സിന് വേണ്ടി അവിടെ കുറച്ച് നേരം കാത്തുനിന്നു. ഞങ്ങൾ ഇതിന് ശേഷം ബസ്സിലൊക്കെ കറങ്ങിയ ശേഷം വീണ്ടും ഞങ്ങൾ മൊണാസ്റ്റിറാക്കി സ്ക്വയറിൽ വന്നു. അവിടെ സമയം സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് രസമാണ്. അവിടെ കുറേ ചെറിയ കൊച്ചു ഷോപ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് നമ്മളിങ്ങനെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു, ആൾക്കാരെയൊക്കെ കണ്ടു, അവിടുത്തെ ലൈഫും കൾച്ചറൊക്കെ വാച്ച് ചെയ്തു. ഒരുപാട് നേരം അവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തിരുന്നു. അതിനുശേഷം ഞങ്ങൾ അതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ അവിടുന്ന് രാവിലത്തെ ഫ്ലൈറ്റ് എടുത്തു സാന്റോറിനി ഐലൻഡിലേക്ക്. അപ്പോൾ ഈ കണ്ടതൊക്കെയാണ് ഞാൻ വിസിറ്റ് ചെയ്ത സ്ഥലങ്ങൾ ഗ്രീസിൽ. നിങ്ങൾ എൻ്റെ ലുക്ക് ബുക്കും കണ്ടു. എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഷെയറും ചെയ്യുക. അതുകൂടാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കരുത്, ഇപ്പം തന്നെ റൈറ്റ് നൗ സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൂടാതെ അതിൻ്റെ അടുത്തൊരു ചെറിയ ബെൽ നോട്ടിഫിക്കേഷൻ ഉണ്ട്, അത് അമർത്തണം. വേറൊന്നുമല്ല, എന്നാൽ മാത്രമേ ഞാൻ റിലീസ് ചെയ്യുന്ന ഓരോ എപ്പിസോഡും നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി കാണാൻ പറ്റുള്ളൂ. ഇതെല്ലാം കൂടാതെ ഈ വിഷയങ്ങളിലാണ്, സ്റ്റൈൽ, ഇമേജ്, ഫാഷൻ, ഇങ്ങനെയുള്ള വിഷയങ്ങളിലാണ് ഞാൻ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ ഇതിൽ പോസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ ഇഷ്ടാനുസരിച്ചുള്ള വീഡിയോയും കൂടെ എനിക്ക് ഉണ്ടാക്കണം എന്നാണ് ആഗ്രഹം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്, അർച്ചന ശങ്കർ.